പുതിയങ്ങാടി നേർച്ചയ്ക്ക് ആനയടഞ്ഞു. ഒരു മനുഷ്യനാണ്ടെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടപ്പുണ്ട്. കണക്കായിപ്പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. ശരിയാണ്, ഒരു മനുഷ്യന് അപകടം പറ്റി ആശുപത്രി കിടക്കുമ്പോഴല്ല ഇങ്ങനത്തെ വർത്തമാനം പറയേണ്ടത് എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ കാരണം ഒന്ന് അയാൾ തന്നെ. പിന്നെ ആനപ്രേമികൾ എന്ന് പറയുന്ന നിങ്ങൾ തന്നെ ഇതിനെല്ലാം കാരണക്കാർ. അയാളുടെ അവസ്ഥയിൽ കണ്ണീരൊഴുക്കാനോ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനോ നിങ്ങൾ ആനപ്രേമികൾ എന്ന് പറയുന്ന മനുഷ്യപ്പറ്റില്ലാത്തവന്മാരുണ്ടല്ലോ, നിങ്ങൾക്കൊരു യോഗ്യതയില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. നിന്നോടൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നടേ, ആന ഒരു വന്യജീവിയാണ്, അതിനെ ചങ്ങലക്കിട്ടുകൊണ്ട് ഈ 4 ആൾ കൂടുന്നതിൻ്റെ നടുക്കൊണ്ട് നിർത്തരുത്, അതൊരു അപകടമാണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു. ഇങ്ങനെ പറഞ്ഞു തരുന്നവൻ്റെ വീഡിയോയുടെ അടി വന്നിരുന്ന് തെറി വിളിക്കാൻ കൊള്ളാം. എന്നാൽ ഈ തെറി വിളിക്കുന്നവന്മാരെല്ലാവരും കൂടെ ഓടിച്ചെന്ന് ആ മനുഷ്യനെ രക്ഷിക്കും. പുള്ളിയാണ്ട് ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കിടപ്പുണ്ട്, പോയി രക്ഷിക്കാൻ നോക്ക്. എന്ത് പറഞ്ഞാൽ ഇവന്മാർ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ആചാരമാണ്. എന്താ ആചാരം? എവിടുത്തെ ആചാരം? എപ്പോൾ തുടങ്ങിയ ആചാരം? ഒരാചാരം കൊണ്ട് മനുഷ്യന് ഉപദ്രവമാണ്, അപകടമാണെന്നുണ്ടെങ്കിൽ ആ സാധനം നിർത്തുക തന്നെ ചെയ്യണം. അല്ലാതെ ആചാരമാണെന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ കോപ്രായം കാണിച്ചുകൊണ്ട് നടന്നിട്ട് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരു ദൈവവും കാണത്തില്ലടേ. അതാദ്യം മനസ്സിലാക്കുക. ഡോക്ടർമാരും നഴ്സുമാരെ കാണത്തുള്ളൂ, അല്ലാതെ നിങ്ങളുടെ ദൈവത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ദൈവം കൈക്കകത്തൊന്ന് പ്രകാശം വിട്ടിട്ട് നിങ്ങളെ രക്ഷിക്കാനൊന്നും വരത്തില്ല. അവനവൻ്റെ കാര്യം അവനവൻ തന്നെ നോക്കുക തന്നെ വേണം. പോകരുതെന്ന്, ഇത് അപകടം ഉണ്ടാകുന്ന സ്ഥലത്തോട്ട് പോകരുത്, അല്ലെങ്കിൽ ഇതുപോലെ അപകടം ക്ഷണിച്ച് വരുത്തുന്ന പരിപാടി ആസൂത്രണം ചെയ്യരുത്. നിർത്ത് ഇനിയെങ്കിലും. ഈ ആചാരം എന്ന് പറഞ്ഞ വലിയ വായി വീമ്പിളക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ പുതിയങ്ങാടി നേർച്ച മുസ്ലിംസിൻ്റെ ആചാരമാണല്ലോ, ഇവർക്ക് എന്നോട്ട് തുടങ്ങി ഈ പരിപാടി? ഈ ആനമാമ ചുമന്നുകൊണ്ട് നടക്കൽ പരിപാടി അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക. ഹിന്ദുക്കളാണല്ലോ ഇങ്ങനത്തുള്ള ഓരോ പരിപാടികൾ കൊണ്ടുവന്നത്. അത് കണ്ടുകൊണ്ട് പറഞ്ഞാൽ ഇവരും തുടങ്ങിയിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ക്രിസ്ത്യൻസും തുടങ്ങിയിട്ടുണ്ട്. നെറ്റിപ്പട്ടം, തിടമ്പെഴുന്നള്ളിക്ക്, എന്തെല്ലാം പരിപാടികളാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ യഥാർത്ഥത്തിൽ ഈ മതം ഉണ്ടായത് എവിടെയാണ്? ഒരെണ്ണം സൗദി അറേബ്യയിൽ, ഒരെണ്ണം എവിടെയാണ് ഇസ്രായേലിലോ, അവിടെയൊക്കെ ഉണ്ട് ഈ പരിപാടി. അതായത് ഓരോ നാട്ടിലോട്ട് വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആചാരം എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ ആയിട്ടുള്ളതാണോ? ഓരോ നാട്ടിൽ എന്താണോ അവർക്ക് എന്താ വേണ്ടത് അതിനനുസരിച്ച് പുതിയ പുതിയ ഐറ്റംസ് കണ്ടുപിടിച്ചുകൊണ്ട് വരിക. അപ്പോൾ പുതിയതായിട്ട് കണ്ടുപിടിക്കാമെങ്കിൽ ഇതൊന്നും വേണ്ടെന്നും വെക്കാൻ സാധിക്കണം. മനസ്സിലായോ? എന്തൊരു കഷ്ടമാണെന്ന് ഓർത്തോണേ. സകലതിന് ഇപ്പോൾ ആന വേണം. പണ്ടൊക്കെ ഹിന്ദുക്കൾക്ക് ഉത്സവത്തിന് മാത്രം മതിയായിരുന്നു. ഇപ്പോൾ വന്ന് 10ാമതായ മഹോത്സവം, കുംഭകോട്ട ഘോഷയാത്ര, എല്ലാത്തിനും ആന. ഒരു കരക്കാരൻ ഒരു ആനയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനേക്കാളും ലക്ഷങ്ങൾ മുടക്കി ഇപ്പുറത്ത് വാശിയാണ്. എന്ത് കാര്യത്തിന്? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഹിന്ദുക്കൾ തന്നെ അവരുടെ ആചാരത്തിനകത്ത് പുതിയ പുതിയ സംഭവങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. ഇത് നോക്കി പഠിക്കാൻ വേണ്ടി ഇപ്പുറത്ത് വേറെ കുറേ മതങ്ങളും അവരും ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ തന്നെ പുതുതായിട്ട് വന്നേ അത് തന്നെ അനുകരിച്ചുകൊണ്ട് ഇപ്പുറത്തോട്ട് കംപ്ലീറ്റ് അനുകരണം. അല്ലാതെ എന്തോന്ന്? ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ മുസ്ലിംസും കാണിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണല്ലോ ഇപ്പോൾ ഈ നടന്ന ഈ പുതിയങ്ങാടി നേർച്ച. ഇതൊക്കെ മറ്റുള്ളവരുടെ ആചാരം കണ്ടുപിടിച്ചോട്ട് അതുപോലെയുള്ള കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ അത് നോക്കി ഇങ്ങോട്ട് എടുക്കും. അത് എന്നാത്തിനാ? അതായത് ഹിന്ദുക്കളുടെ ഉത്സവവും അതുപോലെയുള്ള സാധനങ്ങളും കുറച്ച് കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഇതിലോട്ട് ആകർഷണമായിട്ട് ആളുകൾ അപ്പുറത്തോട്ട് ചാടാൻ പാടില്ല. അവരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം. അതിനെന്നെ ചെയ്യണേ? അതുപോലുള്ളൊരു സെറ്റപ്പ് നമ്മളും കൂടെ തുടങ്ങുക. ഇത് തന്നെയാണ് എല്ലാവരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട്, തിരിച്ചും മറിച്ചും എല്ലാം ഉണ്ട്. ഹിന്ദുക്കളും ഉണ്ട്, ക്രിസ്ത്യാനികളുടെ എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, മുസ്ലിംസിൻ്റെ എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിക്കുകയോ എന്ത് വേണേലും ആയിരിക്കും. ഇവിടെ ആർക്കും യാതൊരു നഷ്ടവുമില്ല. പക്ഷേ ഇതുപോലെ ഈ അപകടം ക്ഷണിച്ച് വരുത്തുന്ന ഈ ആന പോലെയുള്ള ആന എഴുന്നള്ളിപ്പ് പോലെയുള്ള പരിപാടികൾ നിർത്തേണ്ട പൊന്നു ചേട്ടന്മാരെ. നിങ്ങൾക്ക് അതെന്തിനാ? അല്ലാതെ കണ്ട് എത്രയോ കാര്യങ്ങൾ ചെയ്യാം. ഉത്സവങ്ങളും പെരുന്നാളും എല്ലാം നടത്തിക്കോ, അതൊക്കെ നല്ല കാര്യമാണ്. കുറേ പേർക്ക് കച്ചവടവും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ഉത്സവത്തിൻ്റെയൊക്കെ പുറകിൽ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. കുറേ പേർക്ക് തൊഴിലും കാര്യങ്ങളൊക്കെ കിട്ടും. നല്ലതാണ്, അതൊക്കെ നടത്തിക്കോ. അന്നദാനം നടത്തിക്കോ, നേർച്ചക്കഞ്ഞി നടത്തിക്കോ, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ അപകടം നടത്തുന്ന ഈ ആന പോലുള്ള പരിപാടികൾ നിർത്തുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തിനാ ഇതില്ലെങ്കിൽ നിങ്ങളുടെ ഉത്സവവും ആഘോഷങ്ങളും ഒക്കെ നടക്കുമല്ലേ? അതങ്ങ് ചെയ്താൽ പോരെ. ഞാനിവിടെ കിടന്ന് ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടൊന്നും ഇവന്മാരൊന്നും തിരുത്താൻ പോകുന്നില്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവനവൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ മാത്രമുള്ളൂ ഇവർ കുറച്ചെങ്കിലും പുറകോട്ട് മാറത്തുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കിടന്നിട്ട് ഈ പറച്ചിൽ മൊത്തം പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക. മനുഷ്യനോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ഇതുപോലെ അപകടം ഉണ്ടാക്കരുതേ എന്ന്. അതാദ്യം മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കുക. ഇതിലും വലിയ അപകടങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇവന്മാരെ തിരുത്തിയോ? ഇല്ല, ഇനിയും അപകടങ്ങളുണ്ടാവും. ഇപ്പോൾ പൂരം പോലുള്ള പരിപാടികളുണ്ടല്ലോ, എത്രയാണ് 10-20 ആനകളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഒരാന ഇടഞ്ഞ് മറ്റുള്ളവരിട്ട് പോയി തട്ടി അതുങ്ങളും എല്ലാം ഇടഞ്ഞു കഴിഞ്ഞാൽ ഈ എന്നാ പറയുന്നത്, ഈ 1 മീറ്റർ നീളമുള്ള ഈ വടി കൊണ്ടാണ് ഇവർ ഇതിനെ നിയന്ത്രിക്കാൻ പോകുന്നത്. ആനയുടെ പവർ വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സർവ്വശക്തി എടുത്ത് ഓടിയാലുണ്ടല്ലോ ഒറ്റ ഒരെണ്ണം പോലും കാണത്തില്ല, എല്ലാത്തിനും ചവിട്ടി മെതിച്ച് കളയും.
അതൊക്കെ ഒന്ന് കോമൺ സെൻസ് ഉള്ള മനുഷ്യന്മാർ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ എന്തിനാ ഈ പരിപാടി? കൊച്ചു പിള്ളേരും ഒക്കെ ആയിട്ടാണ് ഫ്രണ്ടിൽ പോയി നിൽക്കുന്നത്, എന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? ഒരു ബോംബ് കൊണ്ട് വെച്ചിട്ട് ആ ബോംബിന് ചുറ്റിനും കിടന്ന് ഡാൻസ് കളിക്കുക. ഈ പണ്ടാരം എപ്പോഴാണ് പൊട്ടുന്നതെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഈ വീഡിയോ ചെയ്തത് കൊണ്ട് എനിക്ക് കുറച്ച് ചീത്തവിളി കേൾക്കാമെന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൻ്റെ അടിയിൽ കുറേ കമൻറ്റുകളും വരാനുണ്ട്. ഇവരെന്തൊക്കെ രീതിയിലുള്ള കമൻറ്റുകൾ ഇടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിനുള്ള മറുപടിയായിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻഡ് സ്ക്രീനിലോ എവിടെയെങ്കിലും ഞാൻ കൊടുക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കുള്ള ഉത്തരം ആ വീഡിയോയിലുണ്ട്. അതും കൂടെ പോയി നോക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. പറയാനുള്ള കംപ്ലീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. അവസാനമായിട്ട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ആനപ്രേമികൾ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഒരിക്കലും ഈ പരിപാടി നിർത്താൻ പോകുന്നില്ല. അതുകൊണ്ട് കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ ഈ ആനകളില്ലാത്ത സമയത്ത് വല്ലതും ഉത്സവമോ പെരുന്നാളോ വല്ലതും കൂടുക, അതോ ഇനി രക്ഷയുള്ളൂ. ആനകളുള്ള സമയത്ത്, അതായത് ഈ പൂരം പോലുള്ള പരിപാടിക്കകത്ത് അവനവൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോകാതിരിക്കുക. ഈ സാധനം എപ്പോൾ വേണേലും പൊട്ടിത്തെറിക്കാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.